ജൂൺ മാസത്തിലെ ഫലങ്ങൾ നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ 1 മുതൽ 15 വരെ മൂലനക്ഷത്രക്കാർക്ക് പൊതുവെ സ്വസ്ഥതയും അനുകൂല സാഹചര്യങ്ങളും നൽകുന്നതാണ്. നിലവിലുള്ള തൊഴിൽ തുടരാൻ തീരുമാനമെടുക്കും. തൊഴിൽ രഹിതർക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള നിയമനം ലഭിക്കാൻ സാധ്യതയും കാണുന്നു. ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ സ്ഥലമാറ്റം ലഭിച്ചേക്കാം. പുതിയ സംരംഭങ്ങൾക്ക് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. മകളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ഈ കാലയളവിൽ പരിഹാരം പ്രതീക്ഷിക്കാം. ഈ കാലയളവിൽ ബുധന് മൗഢ്യമുള്ളതിനാൽ ആശയവിനിമയത്തിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വ്യാപാര സംബന്ധമായ ചർച്ചകളിലോ കരാറുകളിലോ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നത് നല്ലതാണ്. ബുധൻ 7ഉം 10ഉം ഭാവങ്ങളുടെ അധിപനായതിനാൽ ഈ കാലയളവിൽ ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ, തൊഴിൽ പങ്കാളിത്ത മേഖലകളിൽ ചെറിയ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് വഴിവെക്കാം. അതിനാൽ ഈ ദിവസങ്ങളിൽ ക്ഷമയോടും വ്യക്തതയോടും കൂടി കാര്യങ്ങൾ ചെയ്യണം. രാഹുവിൻ്റെ 3ാം ഭാവത്തിലെ ഇഷ്ടസ്ഥിതി കണ്ടകശനി ദോഷത്തെ ഒരു പരിധിവരെ തടയാൻ പര്യാപ്തമാണ്. ഇത് കണ്ടകശനി കൊണ്ടുവരുന്ന പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കും. വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണം കണ്ടെത്താൻ ഈ കാലയളവിൽ കഴിഞ്ഞേക്കും. മാസത്തിൻ്റെ മധ്യഭാഗത്തിൽ, അതായത് ജൂൺ 16 മുതൽ 22 വരെ പൊതുവെ സ്ഥിരതയും പുരോഗതിയും നൽകുന്നതാണ്. ജൂൺ 15 മുതൽ സൂര്യൻ മിഥുനം രാശിയിലേക്ക് മാറുന്നതോടെ സാമൂഹിക അംഗീകാരം വർദ്ധിക്കുകയും പങ്കാളിത്ത ബന്ധങ്ങളിൽ കൂടുതൽ ക്രിയാത്മകത കൊണ്ടുവരികയും ചെയ്യും. ബുധൻ്റെ മൗഢ്യം അവസാനിക്കുന്നതിനാൽ ആശയവിനിമയത്തിൽ വ്യക്തതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കും. ഇത് തൊഴിൽപരമായ വ്യക്തിപരമായും ഗുണകരമാകും.